സോ മക്കളെ, നമ്മൾ 7th ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഏതാണ് 7th ക്വസ്റ്റ്യൻ? എവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത്? ബയോമോളിക്യൂൾസ് ആണ് ക്വസ്റ്റ്യൻ. ബയോമോളിക്യൂൾസിൽ എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്രക്ടോസിൻ്റെ, അതായത് കാർബോഹൈഡ്രേറ്റ്സ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ചോദ്യം എന്താണെന്ന് നോക്കൂ. ഫ്രക്ടോസ് ഡസ് നോട്ട് കണ്ടെയ്ൻ ആൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ബട്ട് സ്റ്റിൽ റെഡ്യൂസസ് ടോളറൻസ് റിയേജന്റ്. അപ്പോൾ ചോദ്യം വന്നിരിക്കുന്നത് റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുന്ന കാറ്റഗറി നിന്നാണ്. കാർബോഹൈഡ്രേറ്റ്സിലെ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എല്ലാ മോണോസാക്കറൈഡുകളും എന്താണ്? റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്. അപ്പോൾ അത് റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ടോളറൻസ് റിയേജന്റിനെയും ഫില്ലിംഗ് സൊല്യൂഷനെയും റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു ക്വസ്റ്റ്യൻ വരും, ഫ്രക്ടോസിലെ സി ഡബിൾ ബോണ്ടോ ആണല്ലോ ഫങ്ഷണൽ ഗ്രൂപ്പ്, അതായത് കീറ്റോൺ ആണല്ലോ ഫങ്ഷണൽ ഗ്രൂപ്പ്, പിന്നെ എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നു? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോളറൻസ് റിയേജന്റും ഫില്ലിംഗ് സൊല്യൂഷൻസും വെറും ആൽഡിഹൈഡിക് ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രമല്ല, മറിച്ച് ആൽഫ ഹൈഡ്രോക്സി കീറ്റോണുകളും റെഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ആൽഫ ഹൈഡ്രോക്സി കീറ്റോണിന്റെ പ്രത്യേകത? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടോളറൻസ് റിയേജന്റിലും ഫില്ലിംഗ് സൊല്യൂഷനിലെയും മീഡിയം ആൽക്കലൈൻ ആണ്. അപ്പോൾ ആൽക്കലൈൻ മീഡിയത്തിൽ ആൽഫ ഹൈഡ്രോക്സി കീറ്റോണുകൾ ടോട്ടോമറൈസ് ചെയ്ത് അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് അത് ആൽഡിഹൈഡിക് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് മാറും. അപ്പോൾ ഫ്രക്ടോസിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് റീഅറേഞ്ച്മെന്റിന് വിധേയമായി അത് ഗ്ലൂക്കോസും മന്നോസും ആയിട്ട് മാറും. ആൻഡ് ഗ്ലൂക്കോസ് ആൻഡ് മന്നോസ് ബോത്ത് ആർ ആൽഡിഹൈഡിക് ഫങ്ഷണൽ ഗ്രൂപ്പ് ആൻഡ് ദേ ആർ റെഡ്യൂസിങ് ഷുഗേഴ്സ്. അവർ രണ്ടുപേരും റെഡ്യൂസിങ് ഷുഗർ ആണ്. സോ അതുകൊണ്ടാണ് ഫ്രക്ടോസ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? റെഡ്യൂസിങ് ഷുഗർ ആവുന്നത്. സോ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫ്രക്ടോസിൽ ആൽഡിഹൈഡിക് ഗ്രൂപ്പ് ഇല്ല, എന്നിട്ടും അതെന്ത് ചെയ്യുന്നുണ്ട്? ടോളറൻസ് റിയേജന്റിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഫ്രക്ടോസിലെ ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ ആണ്. ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ ടോളറൻസിലെയും ഫീലിംഗ്സിലെയും കിട്ടുന്ന ആൽക്കലൈൻ മീഡിയത്തിന്റെ പ്രസൻസിൽ അത് ടോട്ടോമറൈസ് ചെയ്ത് അത് എന്തായിട്ട് മാറുന്നു? കീറ്റോൺ ആയിട്ട്, ആൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. അതായത് ഫ്രക്ടോസ് ഗ്ലൂക്കോസും മന്നോസും ആയിട്ട് മാറുന്നു. ഇൻ ദ പ്രസൻസ് ഓഫ് ബേസ് ഫ്രക്ടോസ് അണ്ടർഗോസ് റീഅറേഞ്ച്മെന്റ് ടു ഗിവ് ഗ്ലൂക്കോസ്. അതും ശരിയാണ്. So both the statement is or are true. Both statement are